ഡീകോഡിൽ ആദ്യത്തെ വിഷയം ധർമ്മസ്ഥലയാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്നിപ്പോൾ മനുഷ്യന്റെ അസ്ഥിക്കൂട ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഈ അസ്ഥികൾ ലഭിച്ചിരിക്കുന്നത്. നേത്രാവതി പുഴയുടെ മറുകരയിലെ വനമേഖലയിൽ മണ്ണ് മാറ്റി നടത്തിയ പരിശോധനയിലാണ് ഈ മനുഷ്യന്റെ അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തിയത്. 100-ലധികം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ അന്വേഷണത്തിലേക്ക് കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആഭ്യന്തര സുരക്ഷാ വിഭാഗം DGP പ്രണവ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിനുള്ളിലുള്ള 13 സ്ഥലങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് 3ാമത്തെ ദിവസമായി ഇന്ന് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 6ാമത്തെ സ്പോട്ടിൽ 2.5 അടി ആഴത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു അസ്ഥികൂട ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊരു പുരുഷന്റെ അസ്ഥികൂട ഭാഗമാണെന്നാണ് പ്രാഥമികമായി ഫോറൻസിക് നൽകുന്ന വിവരങ്ങൾ. ഈ കണ്ടെത്തിയ ഭാഗങ്ങളെല്ലാം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ഫോറൻസിക്കിന്റെ ലാബിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം വനം റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്തെല്ലാം പരിശോധന തുടരാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ കേസ് നമുക്ക് വിശദമായി പരിശോധിക്കാം. എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നമുക്കറിയാം, ഞെട്ടിച്ചുകൊണ്ട് അത് ഇന്ത്യയെ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ന്യൂസ് കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് എന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ അത് ആ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് കർണാടക സർക്കാർ എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു ആ ശുചീകരണ തൊഴിലാളി നടത്തിയിരുന്നത്. ദുരൂഹ പഠനങ്ങളെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളി നടത്തിയതോടെയാണ് ഈ പെൺകുട്ടികളുടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായത്. ആ പെൺകുട്ടികളെ എങ്ങനെ, അതായത് എല്ലാം മൃതദേഹമായാണ് എത്തുന്നത്, ഇതെങ്ങനെ വന്നു എന്നൊന്നും അറിയാത്ത രീതിയിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഒരാൾ നടത്തുന്നു. അത് എങ്ങോട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നു. പക്ഷേ ആദ്യത്തേതൊരു തണുപ്പൻ കളിയായിരുന്നു. അതെങ്ങനെയാണ്, അതായത് ഈ ദക്ഷിണ കന്നഡ ജില്ലയിലെ നമുക്കറിയാം ധർമ്മസ്ഥല എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. നിരവധി കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾക്കെല്ലാം താൻ കൂട്ടുനിന്നിട്ടുണ്ടെന്നും ആ മൃതദേഹങ്ങളെല്ലാം അടക്കം ചെയ്തെന്നും ഇപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് എന്നുമായിരുന്നു ആ ശുചീകരണ തൊഴിലാളിയുടെ കുറ്റസമ്മതം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സൂപ്രണ്ടിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്ന് ആവശ്യമായ അനുമതികൾ നേടിയ ശേഷം ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. നേരെ കോടതിയിലെത്തിയതിനു ശേഷം കോടതിയാണെന്ന് നിർദ്ദേശിച്ചത്. ഡയറക്റ്റായിട്ട് പോയി, പക്ഷേ കാര്യമായിട്ട് പോലീസ് ആ കേസ് എടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതി വഴി ധർമ്മസ്ഥല സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ നമുക്കറിയാം ജൈന മതക്കാർ നടത്തുന്ന ഒരു ഹിന്ദു ക്ഷേത്രം എന്ന നിലയിൽ വളരെ പ്രശസ്തമാണ് ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം എന്നുള്ളത്. ദിവസവും കുറഞ്ഞത് ഏതാണ്ട് ഒരു 2000-2500 ഭക്തരെങ്കിലും വരുന്ന ഒരു ക്ഷേത്രമാണ്. പരമ്പരാഗതമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരി ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒരു പ്രമുഖനാണ്. ഹെഗ്ഡെയുടെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 2022 രാജ്യസഭയിലേക്ക് BJP നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനും BJPക്കും JDSനും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ട ഒരാളാണ് ഹെഗ്ഡെ എന്നുള്ളത്. അപ്പം ഹെഗ്ഡെയുടെ നേർക്ക് ആരോപണങ്ങൾ വരുന്ന രീതിയിലായിരുന്നു തുടക്കത്തിലെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് അത്തരത്തിലൊരു കേസിലേക്കോ ഇല്ലെങ്കിൽ ഇത്രയധികം പ്രശസ്തമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണത്തിലേക്കോ ഒന്നും ശ്രദ്ധ കൊടുക്കണ്ട എന്നുള്ള തീരുമാനം കൊണ്ടായിരിക്കും തുടക്കത്തിലെ ആ കേസ് അങ്ങനെയായത്. അപ്പം തുടക്കത്തിലെ സർക്കാർ ഇടപെടാതെയിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ വെളിപ്പെടുത്തലിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാരോ പോലീസോ ഒന്നും ഇതിൽ ഇടപെടാൻ മടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള വിഷയത്തെ ആ സമയം രാഷ്ട്രീയമായി തന്നെ ആ സമയത്ത് കൈകാര്യം ചെയ്തു ആ കേസിനെ ഇല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലിനെ എന്നുള്ളതാണ്. BJP MPയുടെ പേര് ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി അതിലുണ്ടായിരുന്നു. അത് അത്ര കാര്യമാക്കാതിരുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. പിന്നീട് വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് അത് അന്ന് അത്രയും കാര്യമായിട്ട്, പ്രത്യേകിച്ച് മീഡിയ വൺ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇല്ലെങ്കിൽ വാർത്തകൾ നൽകുകയും പിന്നീട് വന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തുടക്കത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ
രാഷ്ട്രീയമായിട്ടുള്ള ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ പേര് വരുന്നതുകൊണ്ട് ധർമ്മസ്ഥല എന്നൊരു സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ 2500 അത് ഈ സീസൺ ഒക്കെ ആണെങ്കിൽ അതിലധികം ഭക്തരൊക്കെ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ആരോപണങ്ങളിലേക്ക് എന്നുള്ള തീരുമാനമായിരിക്കാം, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൂട്ടുനിന്നതായിരിക്കാം. പക്ഷേ തുടക്ക സമയത്ത് മാധ്യമങ്ങൾ പോലും, കർണാടകയിലെ മാധ്യമങ്ങൾ പോലും അത് എടുക്കാൻ മടിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തന്നെ കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്യിച്ചു എന്നായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, എല്ലാം അടങ്ങുന്ന നിരവധി ആളുകളെ മറവ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഈ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടതിൽ നിന്ന് അവർ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി തനിക്ക് മനസ്സിലായി എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ തെളിവുകൾ ഇല്ലാതാക്കാൻ ചില മൃതദേഹങ്ങളൊക്കെ ഡീസൽ ഉപയോഗിച്ച് ദഹിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്ക മൃതദേഹങ്ങളും നേത്രാവതി നദീതീരത്തിന്റെ പലയിടങ്ങളിലായിട്ട് മറവ് ചെയ്യപ്പെട്ടു. ഇതൊക്കെയായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പം ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലിന് ശേഷം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി. ഏതാണ്ട് ഒരു ജൂലൈ മാസം തുടക്കത്തിൽ തന്നെ പോലീസ് അത് ഔപചാരികമായിട്ടൊരു കേസ് എന്ന രീതിയിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നു. ഈ സംഭവങ്ങൾ തുറന്നു പറഞ്ഞയാൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറാകുന്നു. പിന്നീട് ഈ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അത് നിർബന്ധിതരായി സർക്കാർ എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം ഉയർന്നു. ഇതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു, മറ്റ് സ്റ്റേറ്റുകൾ ഇതിൽ അഭിപ്രായം പറയുന്നു. ലോകമെമ്പാടും ഈ വിഷയം ചർച്ചയാകുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. പ്രണബ് മൊഹന്തിയാണ് SITയുടെ ഈ അന്വേഷണ സംഘത്തെ നേതൃത്വം വഹിക്കുന്നത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയിൽ നിന്ന് പിന്മാറിയ സംഭവം പിന്നീടുണ്ടായി. അതായത് ഈ ടീമിൽ നിന്ന് തന്നെ ആർക്കും ഈ ടീമുമായിട്ട് ഇല്ലെങ്കിൽ ഈ കേസുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ നടക്കുന്ന ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളെ വെളിപ്പെടുത്തുക, ഇല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു ഇത് എടുക്കേണ്ടിയിരുന്നെങ്കിൽ പോലും, പക്ഷെ അത് വഴിമാറുന്നത് ഇല്ലെങ്കിൽ അത് ആ രീതിയിൽ പോകില്ല എന്നൊരു സംശയം നമുക്കുണ്ടാക്കുന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ ഈ അന്വേഷണ സംഘാംഗങ്ങളുടെ പിന്മാറ്റമൊക്കെ. അപ്പം മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ സംഘത്തിൽ നിന്ന് പിന്മാറാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ശക്തമായ സാമൂഹ്യ സമ്മർദ്ദം ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഈ ഒരു നിലപാടിലേക്ക്, ഇല്ലെങ്കിൽ ഇത് അന്വേഷിക്കാം, എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അവിടെ ഭരിക്കുന്ന പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ധർമ്മസ്ഥലയിലെ സംഭവങ്ങളെ മൂടിവെക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പല ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ധർമ്മസ്ഥലയുടെ ഒരു പവിത്രത, മറ്റൊന്ന് BJP നോമിനേറ്റ് ചെയ്ത MP-യുടെ പേര്, ഇതൊക്കെ കളങ്കപ്പെടും എന്നുള്ളതായിരുന്നു കർണാടകയുടെ സ്പീക്കർ UT ഖാദറിന്റെ ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി G പരമേശ്വര, ഒപ്പം തന്നെ ഈ ഹെഗ്ഡെ ഫാമിലിയിലുള്ള ആളുകൾ അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയും ആ സമയത്ത് വന്നിരുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ലഭിക്കുന്ന, ഇല്ലെങ്കിൽ ആ ഒരു ഗൂഢാലോചന ഈ കേസുമായി, ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാവുന്ന തരത്തിലായിരുന്നു അന്ന് വന്നിരുന്ന ചില വാർത്തകൾ. പിന്നീട് ഈ SIT അന്വേഷണ സംഘം രൂപീകരിച്ചു. നമുക്കറിയാം, ഈ പറഞ്ഞ വലിയ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളുടെ പരിശോധനകളിലേക്ക് SIT നീങ്ങിയത്. ഈ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ തെളിവ് നശിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ സംഘത്തിനൊപ്പം ഫോറൻസിക്കിന്റെ സംഘമുണ്ട്, പ്രാദേശിക റവന്യൂ വനം ഉദ്യോഗസ്ഥരുണ്ട്, ഭൂമിരേഖ അധികാരികളുണ്ട്. ഇവരെയൊക്കെ ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഇതെങ്ങനെ വേണമെങ്കിലും തെന്നിമാറിപ്പോകാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഇത്രയധികം ഉദ്യോഗസ്ഥരെ SIT ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചത്. മറ്റൊന്ന്, കേസിലെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ധർമ്മസ്ഥലയിൽ തുടർച്ചയായിട്ട് ഇപ്പം നമുക്കറിയാം 4-5 ദിവസമായിട്ട് അവിടെ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാദ്യം ചെയ്തത് ഈ സ്ഥലങ്ങളെല്ലാം പോയിന്റ് ചെയ്തു, ആ സ്ഥലങ്ങളിൽ മാത്രം കുഴിച്ചു നോക്കാം എന്നുള്ളതിലേക്ക് എത്തി. അങ്ങനെയാണ് ഇത്രയധികം പോയിന്റുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ 3-ാം ദിവസത്തിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യന്റേത് ഒരു അസ്ഥി ആദ്യം കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷേ പിന്നീടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ഇത് മനുഷ്യന്റെ അസ്ഥിയാണ് എന്നറിഞ്ഞത്. പിന്നീട് സ്ഥിരീകരിക്കാത്തൊരു വിവരം എന്ന് പറഞ്ഞാൽ അത് പുരുഷന്റെ അസ്ഥിയാണ് എന്നുള്ളതാണ്. അപ്പം 3-ാം ദിവസത്തെ പരിശോധനയിലാണ് കണ്ടെത്തലുണ്ടായത്. ഈ അസ്ഥിക്കൂടം മനുഷ്യന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പം സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ്
ഇത് കിട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ഒരു കണ്ടെത്തൽ എല്ലുകൾ അതിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് ലഭിച്ചിരിക്കുന്നതും ആ തരത്തിലാണ്. എല്ലുകൾ ചിതറിക്കിടക്കുന്നത് പോലെയാണ്, ഒരു സ്ഥലത്ത് മറവ് ചെയ്തതുപോലെയല്ല, ചിതറിക്കിടക്കുന്നത് പോലെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 8 പോയിന്റുകളാണ് പരിശോധിക്കാൻ ബാക്കിയുള്ളത്. ബാക്കി 3 പോയിന്റുകളിൽ കാടിനുള്ളിലാണ് എന്നുള്ളത് വലിയ റിസ്ക് എടുത്ത്, അതായത് ഈ ടീമിനെ സംബന്ധിച്ച് ഇനിയുള്ളൊരു ചലഞ്ച് അതാണ്. കാടിനുള്ളിൽ ഇനി പോയിന്റുകളുണ്ട് പരിശോധിക്കാൻ. ഒപ്പം തന്നെ സ്വകാര്യ ഭൂമിയിലും 2 പോയിന്റുകളുണ്ട്. സ്വകാര്യ ഭൂമിയിൽ പോയിന്റുകൾ ഉള്ളതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ട് അതിന് പ്രത്യേക പെർമിഷനൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ ആയിരിക്കും നീങ്ങുക. അപ്പൊ എന്തായാലും ഈ സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം ഇതിനെ ഒരു അതിരുകെട്ടി വളരെ സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ ഇനി 3 നേരത്തെ പറഞ്ഞതുപോലെ കാടിനുള്ളിലാണ്. 4 പോയിന്റുകൾ ഈ നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ്. മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആജു കുരിയിലേക്ക് പോകുന്ന ഒരു ചെറിയ റോഡാണ്. ഈ കന്യാടി എന്നയിടത്തെ ഒരു സ്വകാര്യ ഭൂമിയിലാണ് ഞാൻ അവസാനം പറഞ്ഞ 2 പോയിന്റുകളുള്ളത്. അത് ശുചീകരണ തൊഴിലാളി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ പരിശോധിക്കാൻ SIT സംബന്ധിച്ച് പ്രത്യേക അനുമതിയുടെ ആവശ്യമുണ്ട്. ഓരോ പോയിന്റിലും ഈ സാക്ഷി ആവശ്യപ്പെട്ടതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ സുനിൽ ഐസക് നൽകും. അതിലേക്ക് ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കർണാടക ആഭ്യന്തര വകുപ്പ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബെൽത്തങ്ങാടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു പ്രത്യേക ക്യാമ്പ് അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ആദ്യത്തെ 2 ദിവസം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. നേരത്തെ ദക്ഷിണ കന്നഡ SP നൽകിയ 6 പേജുള്ള പരാതിയിൽ ഉന്നയിച്ച ആ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളൊക്കെ ശുചീകരണ തൊഴിലാളി ഇത്തവണയും ആവർത്തിക്കുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലും ആവർത്തിച്ചു. ഇതേ തുടർന്ന് ഈ ശുചീകരണ തൊഴിലാളിയുമായി അന്വേഷണ സംഘം മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച 13 ഇടങ്ങൾ മാർക്ക് ചെയ്യുകയും ചെയ്തു. ആ 13 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയും മിനിങ്ങാന്നും ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് 6ാമത്തെ സ്പോട്ടിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഒരുപക്ഷെ നിർണായകമായേക്കാവുന്ന ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ അസ്ഥികൂടം തന്നെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ, ഒരു പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഇത് ബാംഗ്ലൂരുവിലേക്ക് ഈ അസ്ഥികൂടത്തിന്റെ ഭാഗം സുനിൽ പറഞ്ഞതുപോലെ ഇനി നമുക്ക് അറിയേണ്ടത് ബാംഗ്ലൂരുവിലേക്ക് ഇത് അയച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നത് സ്ത്രീകളെ നിരവധി പേരെ കുഴിച്ചിട്ടുണ്ടെന്നാണ്. പിന്നീട് പല സ്ഥിരീകരിക്കാത്ത വാർത്തകളും വന്നു. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ഇത്തരത്തിൽ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളത്. അപ്പം ഇത് ആരുടേതാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ അന്വേഷണ സംഘം ഈ പരിശോധന തുടരും. മറ്റ് സ്പോട്ടുകളിലെല്ലാം ഇതുപോലെ കുഴിയെടുത്ത് പരിശോധന നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ ആ കേസ് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഷയമുണ്ട്, അതിലേക്ക് എത്താം, ഇടവേള.